ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്നൊരു ജ്യൂസ് റെസിപ്പി ആയിട്ട് വന്നത് ഒരു ചലഞ്ചിങ് റെസിപ്പിയാണ് കേട്ടോ. ഇത് യൂട്യൂബിലൊന്നും കൂടുതലായിട്ട് ആരും ഇടാത്ത ഒരു റെസിപ്പി ആയിരിക്കും നമ്മൾ ചലഞ്ച് ചെയ്യേണ്ടത്. എൻ്റെ ചലഞ്ച് ചെയ്തിട്ടുള്ളത് ടേസ്റ്റി എൻ്റർടൈൻമെൻറ്റിലെ അബിയാണ്. പിന്നെ ഈ ചലഞ്ച് വീഡിയോസ് തുടങ്ങിയിട്ടുള്ളത് റോയൽ കിച്ചണിലെ സുമീറയും തെസ്നി വേൾഡിലെ തെസ്നിയുമാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അധികം ഷെയ്ക്കായിട്ടൊന്നും ഉണ്ടാക്കണ്ട, നല്ല സമ്മർ ഡ്രിങ്ക് ആയിട്ടാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിനാവശ്യമുള്ളത് ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്, ഒരു ഹാഫ് ക്യാരറ്റാണ്, ഒരു ഗ്ലാസിൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഒരു ഹെൽത്തി ജ്യൂസായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഏലക്കാപ്പൊടി വേണം. പിന്നെ നമ്മൾ വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ ജ്യൂസ് അടിക്കുന്നത്, ഫ്രഷ് പാലല്ല, തേങ്ങാപ്പാലിലാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കഴിക്കാനൊക്കെ. പിന്നെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുക, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് ഇതൊരു കുറുക്ക് രൂപത്തിലൊന്ന് വറ്റിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറ്റിക്കണമെങ്കിൽ. അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം നമുക്ക്. പിന്നെ തേങ്ങാപ്പാലൊക്കെ നല്ല തണുത്ത പാലായിരിക്കണം കേട്ടോ. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബദാമാണ്. ബദാം ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ അണ്ടിപ്പരിപ്പ് നമുക്ക് എന്തായാലും വേണം. ഞാൻ ബദാം കുറച്ച്, അണ്ടിപ്പരിപ്പും കുറച്ച് എടുത്തിട്ടുണ്ട്, ഒരു 7-8 എണ്ണം എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഈ ക്യാരറ്റ് ആട്ടപ്പൊടിയും കൂടെ ഇതിലേക്ക്, ഈ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. തണുത്തതിൻ്റെ ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഏലക്കൻ്റെ ഫ്ലേവറൊക്കെ മുന്നിട്ട് നിൽക്കണം. ഇനി 2 സ്പൂണ് മാത്രം പാൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് പരുവത്തിൽ ഇത് അരിച്ചെടുക്കണം. എന്നാലേ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരിഞ്ഞ് കിട്ടുള്ളൂ. അത് കൂടാതെ പഞ്ചസാര എത്ര അളവ് വേണം അത്ര നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് അരിച്ചെടുക്കുക. ഈ ബാക്കിയുള്ള പാൽ കംപ്ലീറ്റ് ഇട്ടിട്ട് ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ഐസ് ക്യൂബും ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇത് അരിച്ചെടുക്കാം. നല്ല ലൂസിലാണ് കേട്ടോ ജ്യൂസ് വേണ്ടത്, തിക്കായിട്ട് അല്ല, നല്ല ജ്യൂസിൽ ലൂസായിട്ടാണ് വേണ്ടത്. ഈ കുറച്ച് ബദാമും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കൂടെ ഒരു മിൻറ്റ് ലീഫും കൂടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചലഞ്ച് ആർക്ക് വേണമെങ്കിൽ ഏറ്റെടുക്കാം കേട്ടോ. ഈ ചലഞ്ച് തുടങ്ങിയ റോയൽ കിച്ചണിൻ്റെയും തെസ്നി വേൾഡിൻ്റെയും പിന്നെ എൻ്റെ ചലഞ്ച് ചെയ്ത ടേസ്റ്റി വിത്ത് എൻ്റർടൈൻമെൻറ്റിൻ്റെയും വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ചലഞ്ച് ചെയ്യുന്നത് ഫാമിലി വ്ളോഗർ സെമീറയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, താങ്ക് യു.